ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കണ്ടിട്ട് ഭയങ്കര ഒരു ആനന്ദക്കണ്ണീരൊക്കെ വന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ഭയങ്കര ഒരു ഇമോഷണൽ എൻഡിങ് ആയിരുന്നു. ഈ ഒരു റീ എൻട്രീസ് വന്ന എല്ലാവരും ഹൗസിന് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഫീസ്റ്റ് വിരുന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിനകത്ത്. ബിഗ് ബോസ് എല്ലാവർക്കും വിരുന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെയും മിക്കവാറും ലൈവ് കാണും കേട്ടോ. നാളത്തെ ദിവസം കൂടി ലൈവ് കാണും. എനിക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി വ്യക്തതയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കിട്ടി. നാളെ ലൈവ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അപ്പൊ മിറർ ടാസ്കിന്റെ ബാക്കി ചെയ്യാനുള്ള 4 പേരും മിറർ ടാസ്ക് നാളെ ചെയ്യുന്നതായിരിക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് നാളെ നടക്കും. എപ്പിസോഡിന്റെ അവസാനം കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷിനോട് കുറച്ച് പേര് ഒരു സ്നേഹം കാണിക്കുന്നു. എല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം അല്ലേ. അനീഷിന്റെ അടുത്ത് ജിസേല് പറയുന്നുണ്ട്, എനിക്കൊരു പെങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അനീഷിന് കെട്ടിച്ചു തന്നേനെ. ആ രീതിയിൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹാർട്ട് കാണിക്കുന്നുണ്ട്. കണ്ണാൻ തുമ്പി പോരാമോ ആ ഒരു ഹാർട്ട് കാണിക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ആയിരുന്നു, ഞാനിത് പ്രതീക്ഷിച്ചതാണ്. ഇത് വളരെയധികം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ എന്താണേലും ലൈവിൽ കാണും. ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്, ഇത് ലൈവിൽ ഞാൻ കാണും. അപ്പോൾ ജിസേൽ ഇങ്ങനെ ഈ ഹാർട്ട് കാണിച്ച് ഭയങ്കര പോസിറ്റിവിറ്റിയോടെ ഒരു ചിരിയും ചിരിച്ചാണ് ജിസേൽ ഹൗസിന് പടിയിറങ്ങുന്നത്. അനീഷ് താങ്ക് യു എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മുടെ ഒനിയില് അനീഷിന്റെ തലയിൽ കുരിശ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാനായിട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു മനുഷ്യൻ, പോസിറ്റിവിറ്റി ഉള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ ഈ സീസണിന്റെ വിജയകിരീടം ഇരിക്കണം. അതൊക്കെ ഇവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നി. ഇപ്പൊ ഒനിയിലാണെങ്കിലും ജിസേല്, രേണു, ഇവർക്കൊക്കെ അനീഷ് ജയിക്കണം എന്ന് എവിടെയൊക്കെയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മനുഷ്യൻ അങ്ങനെ എന്താ പറയുക, ഒരാളെ ദ്രോഹിച്ച് ഗെയിം കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല. നല്ല ഉദ്ദേശത്തോടെ തന്നെ ഗെയിം കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജയിക്കണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും ഒരാളെ ദ്രോഹിച്ച് ഒരാളെയും താഴ്ത്തിക്കെട്ടി അനീഷ് ഗെയിം കളിച്ചിട്ടില്ല. ഞാനിത് വാദോരാതെ ഞാൻ അനീഷിന്റെ ഗെയിമിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അനുമോളെ പോലെയോ അല്ലെങ്കിൽ ഷാനവാസിനെ പോലെയോ ഒന്നും അല്ല അനീഷ് ഗെയിം കളിച്ച് മുന്നേറിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ എല്ലാ ഇമോഷണൽ ബാഗേജും ഇറക്കി വെച്ചിട്ട് വരാനായിട്ട് പറ്റും. ഒന്നും വീടിന് പുറത്തേക്ക് വന്ന് വേട്ടയാടുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല അനീഷിന്. പുറത്തും അകത്തും ഒന്നും ഒരു ഹേറ്റും ഇല്ലാതെയാണ് അനീഷ് ഈ സീസണിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും